നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആഗ്രഹിക്കുന്നുണ്ടോ? ഗൂഗിൾ മാപ്പിൽ റിവ്യൂ നൽകി വരുമാനമുണ്ടാക്കണോ? നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമേ അല്ല. വെറും സ്മാർട്ട് ഫോൺ മാത്രം ഉപയോഗിച്ച് ദിനേന 3000 മുതൽ 7000 രൂപ വരെ സമ്പാദിക്കാം. 1,00,000 രൂപ ലോട്ടറി അടിച്ചിരിക്കുന്നു. വിദേശത്ത് നിന്നും നിങ്ങൾക്കൊരു കൊറിയറുണ്ട്. വെറും 799 രൂപയ്ക്ക് ഇപ്പോൾ ഐഫോൺ സ്വന്തമാക്കാൻ അവസരം. ഇങ്ങനെയുള്ള ഒരു മെസ്സേജെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാകും. പലപ്പോഴും കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ഓഫറുകളിൽ മനം മയങ്ങി തന്നിരിക്കുന്ന ലിങ്കിൽ കയറി പണി കിട്ടിയിട്ടുമുണ്ടാകും. നിങ്ങളിൽ ചിലർക്കെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടുമുണ്ടാകും. വർദ്ധിച്ചു വരുന്ന സൈബർ ക്രൈമുകളിൽ പണം നഷ്ടപ്പെടുന്ന വാർത്തകളും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024 കേരളത്തിൽ മാത്രം നിരവധി സൈബർ ക്രൈമുകളിൽപ്പെട്ട് നഷ്ടപ്പെട്ട പണത്തിൻ്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരള പോലീസ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളാണ് നമ്മളിന്ന് ഫാക്ട് ആൻഡ് ഫോക്കസിൽ പരിശോധിക്കുന്നത്. എത്ര പണം നഷ്ടപ്പെട്ടാലും, തട്ടിപ്പിൻ്റെ വാർത്തകൾ നിരന്തരം കേട്ടാലും പിന്നെയും പുതിയ പുതിയ തട്ടിപ്പുകൾക്ക് പണമെറിഞ്ഞു കൊടുക്കുന്നവരാണ് നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ. ഇത് വെറുതെ പറയുന്നതല്ല. മുൻ വർഷത്തേക്കാൾ 4 ഇരട്ടിയാണ് കേരളത്തിൽ സൈബർ തട്ടിപ്പുകൾ വഴി നഷ്ടപ്പെട്ട പണത്തിൻ്റെ കണക്ക്. കേരള പോലീസിൻ്റെ ഔദ്യോഗിക കണക്കുകളാണിത്. 2024 കേരളം സാക്ഷിയായത് 41,426 സൈബർ കുറ്റകൃത്യങ്ങൾക്കാണ്. അല്ല, കേരള പോലീസിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തത് 41,426 സൈബർ കുറ്റകൃത്യങ്ങളുടേതാണ്. ആരും പരാതി പറയാതെ മൗനമായി മൂടിപ്പോയ എത്രയോ സൈബർ കുറ്റങ്ങൾ വേറെയും ഉണ്ടാകും. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത ഇത്രയും കേസുകളിലായി 763 കോടി രൂപയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ കേരള പോലീസിൻ്റെയും മറ്റ് ഏജൻസികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ 107.4 കോടി രൂപ റിക്കവർ ചെയ്യാനായിട്ടുണ്ട്. മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ കണക്കുകളുടെ വ്യാപ്തി നമുക്കൊന്നുകൂടി ബോധ്യപ്പെടുക. 2022 പരാതി കിട്ടിയത് 9,619 എണ്ണം. ഇതാണ് 2023 ആയപ്പോഴേക്ക് 23,748 2024 41,426 ആകുന്നത്. 2022 മലയാളികൾക്ക് നഷ്ടപ്പെട്ടത് 48 കോടി രൂപയാണ്. ഇതാണ് 2023 201 കോടി രൂപയും 2024 763 കോടി രൂപയുമാകുന്നത്. ഏതുതരം തട്ടിപ്പുകളാണ് ഏറ്റവും കൂടുതൽ? ഏത് ജില്ലക്കാരാണ് കൂടുതൽ തട്ടിപ്പിനിരയായിട്ടുള്ളത്? ഏതു വിഭാഗം മനുഷ്യർക്കാണ് കൂടുതൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഇങ്ങനെ തുടങ്ങി വിശദമായ വിവരങ്ങൾ തന്നെ കേരള പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്കാമുകൾ നടന്നത് ജോബ് ഓപ്പർച്യൂണിറ്റികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിലും. തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള സൈബർ ഫ്രോഡുകളിലാണ് 35.34% ഇരകളുമുള്ളത്. തൊട്ടു താഴെയുള്ള 34.96% ഇരകളും ഓൺലൈൻ കച്ചവടങ്ങളിലൂടെയുള്ള സ്കാമുകൾ വഴിയാണ് തട്ടിപ്പിൽ പെട്ടുപോയത്. കേരളത്തിലുടനീളം നടക്കുന്ന സൈബർ തട്ടിപ്പുകളിൽ ഇരയാകുന്നവരിൽ 4-ൽ 3 പേരും ഇങ്ങനെയുള്ള മോഹവാഗ്ദാനങ്ങളിൽ മയങ്ങിപ്പോകുന്നവരാണ് എന്നർത്ഥം. എറണാകുളം സിറ്റിയിൽ മാത്രം 119 കോടി രൂപയുടെ നഷ്ടമുണ്ടായതാണ് കണക്കുകൾ. ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടായത് എറണാകുളം സിറ്റിയിലാണ്. തിരുവനന്തപുരം സിറ്റിയിൽ ഇത് 87 കോടി രൂപയുടെ നഷ്ടമാണ്. എറണാകുളം റൂറൽ പോലീസ് ജില്ലയിൽ ഇത് 54 കോടി രൂപയുടെ നഷ്ടം. ഏറ്റവും കുറവ് തുക നഷ്ടമായത് വയനാട്ടിലാണ്, 9 കോടി രൂപ. ഇടുക്കിയിൽ 15 കോടി രൂപയും കൊല്ലം റൂറൽ പോലീസ് ജില്ലയിൽ 16 കോടി രൂപയുടെയും നഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണ് പണം നഷ്ടമാകുന്നവരിൽ 20% ആളുകളും. പിന്നെ പെൻഷൻ വാങ്ങുന്നവർ, വീട്ടമ്മമാർ, ബിസിനസ്മാൻമാർ, ഇങ്ങനെ തുടങ്ങി എല്ലാവരും തങ്ങളുടെ പണം നിരവധി സൈബർ തട്ടിപ്പുകളിലൂടെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. പ്രവാസികളും IT ഉദ്യോഗസ്ഥരും സർക്കാർ ജോലിക്കാരും വിദ്യാർത്ഥികളും ആരും തന്നെ സൈബർ ഫ്രോഡുകളുടെ കെണികളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. പോലീസിൻ്റെയും മറ്റ് ഏജൻസികളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി സൈബർ കുറ്റകൃത്യങ്ങളും അതിലൂടെയുണ്ടാകുന്ന ധനനഷ്ടവും കുറക്കാൻ കാര്യമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 2024 107.4 കോടി രൂപയാണ് തിരിച്ചെടുക്കാനായത്. മുൻ വർഷങ്ങളെക്കാൾ 3 ഇരട്ടി തുക നമുക്ക് തിരിച്ചെടുക്കാനായിട്ടുണ്ട്. ഇതിനു പുറമെ തട്ടിപ്പിനായി ഉപയോഗിച്ചതെന്ന് കരുതുന്ന 107.49 കോടി രൂപയുടെ ട്രാൻസാക്ഷനുകൾ ഫ്രീസ് ചെയ്യാനും പോലീസിനായി. സൈബർ തട്ടിപ്പുകളും അതിലൂടെയുള്ള ധനനഷ്ടവും വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത് തടയാൻ ആവശ്യമായ നടപടികൾ വ്യാപിപ്പിക്കാൻ തന്നെയാണ് കേരള പോലീസിൻ്റെ തീരുമാനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ നിന്ന് 40 പോലീസ് ഉദ്യോഗസ്ഥർക്ക് 6 മാസത്തെ പ്രത്യേക ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. കേരള പോലീസിൻ്റെ സൈബർ കമാൻഡോകളായിരിക്കും ഇവർ.
ട്രെയിനിങ്ങിന് പുറമെ IIT-കളും നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇവർ നിരന്തരം സന്ദർശിക്കും. തങ്ങളുടെ സൈബർ സെക്യൂരിറ്റി കഴിവുകൾ നിരന്തരം വികസിപ്പിക്കാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഈ 40 പേർക്ക് പുറമെ 150 പോലീസുകാരെ അടുത്ത ബാച്ചിൽ സൈബർ കമാൻഡോ ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുമുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക പദ്ധതികളുണ്ട്. 5000 സൈബർ കമാൻഡോകളെ അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം പരിശീലിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, ഡാറ്റ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങളിൽ സൈബർ ഓപ്പറേഷൻ ഡിവിഷന്റെ നിരവധി ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. ഇവർ ഡാർക്ക് വെബ്, സൈബർ സെക്യൂരിറ്റി, ക്രിപ്റ്റോ കറൻസി, ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ഇവയിലെല്ലാം പ്രത്യേക പരിശീലനം നൽകാൻ കഴിവുള്ളവരാണ്. ഇങ്ങനെ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ബദ്ധശ്രദ്ധ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ നിലവിലുണ്ട്. പക്ഷേ ആകർഷകമായ ഒരു മെസ്സേജ് കാണുമ്പോഴേക്കും നമ്മൾ വീണ്ടും വീണ്ടും തലവെച്ച് കൊടുക്കുകയാണ്. ഒന്നെറിഞ്ഞാൽ 5ഉം 10ഉമായി തിരിച്ചു കിട്ടുമെന്ന വ്യാമോഹവുമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ എറിഞ്ഞു കൊടുക്കുകയാണ്. ലോണുകളുടെയും ഗിഫ്റ്റുകളുടെയും പേരിൽ വരുന്ന സ്കാമുകൾക്കും ഫിഷിങ്ങുകൾക്കും നിക്ഷേപ തട്ടിപ്പുകൾക്കും ഇരയാകുന്നവരിൽ ഭൂരിഭാഗം പേരും ഇതൊന്നും മാനഹാനി ഭയന്ന് പുറത്തു പറയാറില്ല. പക്ഷേ തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടാൽ സധൈര്യം നിയമ നടപടിക്കൊരുങ്ങണം. നിക്ഷേപങ്ങളെക്കുറിച്ച് അടിസ്ഥാന സാക്ഷരത കൈവരിക്കണം. വ്യാജ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാവാതിരിക്കണം. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൈബർ ഫ്രോഡുകൾക്കെതിരെ ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടട്ടെ.